നമസ്കാരം. തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയ F-35B പണിമുടക്ക് തുടർന്നതോടെ ആകെ ആശങ്കയിലായിരുന്നു ബ്രിട്ടീഷ് നേവി. അവരുടെ അഭിമാനമാണ് ഒന്നനങ്ങാൻ പോലും പറ്റാതെ കേരള തലസ്ഥാനത്ത് വെയിലും മഴയും കൊണ്ട് കിടന്നത്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും അഭിമാനത്തിന് കോട്ടം തട്ടുമോ എന്ന മുൻധാരണയും കാരണമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും വിമാനത്താവളത്തിലെ ഹാങ്ങറിലേക്ക് മാറ്റാൻ അവർ കൂട്ടാക്കാത്തത്. വിമാനം പ്രവർത്തിച്ചില്ല എങ്കിലും എയർലിഫ്റ്റ് ചെയ്യാമെന്ന ചർച്ചകളിലേക്ക് വരെ കാര്യങ്ങളെത്തിയിരുന്നു. ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. ബ്രിട്ടന്റെ യുദ്ധവിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാൻ ധാരണയായി. എയർലിഫ്റ്റ് ചെയ്യില്ല എന്നും തീരുമാനിച്ചു. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുള്ള സാഹചര്യത്തിലാണ് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുന്നത്. ബ്രിട്ടൻ നേവിയുടെ വിമാനമായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമോ എന്നതിൽ തീരുമാനമായിട്ടില്ലായിരുന്നു. അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ F-35 എയർലിഫ്റ്റ് ചെയ്ത് UK തിരികെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു. തൽക്കാലം ഇത് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് സൂചന. 15-ാം തീയതി വിമാനം റൺവേയിലിറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും 12 ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാനം വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ല എന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വിമാനത്തിൻ്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത്. F-35B വിമാനത്തിൻ്റെ ഭാരം ഏകദേശം 27 ടണ്ണാണ്. ഈ കണക്കനുസരിച്ച് പ്രതിദിനം ഏകദേശം 26,261 രൂപ പാർക്കിംഗ് ഫീസായിട്ട് വരും എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 12 ദിവസത്തേക്ക് ഇത് ഏകദേശം 3,15,000 രൂപയോളം വരും. ഇത് വളരെ ചെറിയ തുകയാണ്. ഇതിനു വേണ്ടി വിലപേശേണ്ടതില്ല എന്നാണ് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നിലപാട്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് ചുമതലയുള്ള അദാനിയെയും ഇത് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുന്നുമുണ്ട്. ഇന്ത്യയും UK തമ്മിലുള്ള ശക്തമായ പ്രതിരോധ സഹകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിൻ്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാരായിരിക്കും വഹിക്കാൻ പോകുന്നത്. വിമാനത്താവളത്തിലെ VIP വിമാനങ്ങൾക്കായി നീക്കിവച്ച ബേ 4-ലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് CISF വിമാനത്തിന് കർശന സുരക്ഷയൊരുക്കുന്നുണ്ട്. ഇത് കാരണം മറ്റ് VIP വാഹനങ്ങൾ ഇറങ്ങാനുള്ള പ്രതിസന്ധിയുമുണ്ട്. ഇത് പരിഗണിച്ചാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ബ്രിട്ടനിലേക്ക് നൽകിയത്. വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മറ്റ് രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം തന്നെ നിരസിക്കുകയായിരുന്നു. പക്ഷേ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത മാറ്റിയേ മതിയാകൂ എന്ന് ബ്രിട്ടനെ ഇന്ത്യ കർശനമായി അറിയിക്കുകയായിരുന്നു. ഒന്നുകിൽ ഹാങ്ങറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിമാനം പോവുക. അതായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ഒടുവിൽ ഇന്ത്യയുടെ ഈ ഒരു ആവശ്യം അംഗീകരിച്ച് ഹാങ്ങറിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ബ്രിട്ടീഷ് നേവി. ഹാങ്ങർ യൂണിറ്റിൽ മറ്റ് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാക്കാതെയാകും യുദ്ധവിമാന തകരാറ് പരിഹരിക്കുക. വിമാനത്തിലെ സാങ്കേതിക തകരാറ് പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടി എത്തിയ ശേഷം ഹാങ്ങറിലേക്ക് മാറ്റുന്നതാണ്. ഈ മാസം 15-നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കിയത്. തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്താൻ പോകുന്നത്. ഇവർ യാത്രയ്ക്കായി കേന്ദ്രാനുമതിയും തേടിയിരുന്നു. വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നാണ് വിവരം. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാറ് പരിഹരിക്കാനും സാധിച്ചില്ലായിരുന്നു. പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നതും ബ്രിട്ടന് അത് വഴങ്ങേണ്ടി വന്നത്.